മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 95-ാം സങ്കീർത്തനം 1-ാം തിരുവാക്യം. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം. സങ്കീർത്തകൻ നമ്മളേവരെയും ക്ഷണിക്കുകയാണ് കർത്താവിനെ സ്തോത്രമാലപിക്കുവാൻ, മനം തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, എല്ലാം മറന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ. ഇത് സ്തുതി ആരാധനയുടെ സമയമാണ്. ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച്, ആരും മടിക്കണ്ട, എല്ലാവരും വലതുകരം ഉയർത്തി ജീവനുള്ള കർത്താവിന്റെ തിരുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. യേശു നാമശക്തി 10,000-ങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സമയം. അത്ഭുത രോഗശാന്തികള്, അത്ഭുത സൗഖ്യങ്ങള്, അത്ഭുത മാനസാന്തരങ്ങള്, അത്ഭുത ഡെലിവറൻസുകള്, ആയിരങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മ പകരുന്ന സമയമാണ്. വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവായി, വെളിപാടിന്റെ ആത്മാവായി, പ്രവചനത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി 10,000-ങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സാത്താൻ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കുക. ഒത്തിരി സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച്, പരിശുദ്ധാത്മാവേ, 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 വരിക. കരമടിച്ച് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുക. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. Come Holy Spirit, come Holy Spirit, come Holy Spirit, come. വരിക പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ നിറയുക, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ആവശ്യങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. Come Holy Spirit, come Holy Spirit, come Holy Spirit, come. ആത്മാവേ, come Holy Spirit, 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 come. വരിക പരിശുദ്ധാത്മാവേ, come Holy Spirit, ആത്മാവേ, come Holy Spirit, come Holy Spirit, come Holy Spirit, come. come Holy എല്ലാം മറന്ന് വിളിച്ച്, come Holy Spirit, come
കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കൃപയുടെ ആത്മാവായ, വചനത്തിന്റെ ആത്മാവായ, സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ ഉച്ചത്തിൽ എല്ലാവരുടെ ഹൃദയം തുറന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്വർഗീയ കാറ്റായി ദൈവശക്തിയുടെ വ്യാപാരമായി ദൈവജനത്തിന് മേൽ പരിവർത്തിക്കണമേ. എല്ലാവരും വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പൈശാചിക കെട്ടുകളെ പൊട്ടിക്കണമേ. നാരിക മുഖങ്ങൾ ഒടിക്കണമേ. യേശുവിന്റെ ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. ബ്ലെസ് ബ്ലെസ് ഹോളി സ്പിരിറ്റ് ബ്ലെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കെട്ടുകളെ പൊട്ടിക്കുന്ന, ഹൃദയങ്ങളെ തുറക്കുന്ന, മുഖങ്ങൾ ഒടിക്കുന്ന, ബന്ധനങ്ങൾ അടിക്കുന്ന ദൈവശക്തിയായി, ദൈവകൃപയായി പരിശുദ്ധാത്മാവേ നിറഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടി ഇരുകരങ്ങളും ഉയർത്തി സ്നേഹത്തോടെ ഹൃദയം പൊട്ടി പിടിച്ച് പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. കൃപയുടെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ജ്ഞാനത്തിന്റെ ആത്മാവായി, വെളിപാടിന്റെ ആത്മാവായി, പ്രവചനത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. സ്പിരിറ്റ് മൂവ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആവശ്യങ്ങള്, ഒരുപാട് മക്കള് പലവിധ ആവശ്യങ്ങളുമായി കടന്നു വന്ന് പ്രാർത്ഥിക്കുക. ആത്മാവേ, അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ നിയോഗങ്ങൾ ആശീർവദിക്കണമേ. ബ്ലെസ് ബ്ലെസ് ലോർഡ്. ബോധജ്ഞാനത്തിന് സിംഹാസനമായി പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. കഴിഞ്ഞ ആഴ്ചയിലെ തിരുവചന ശുശ്രൂഷയിലൂടെ ദൈവിക ജ്ഞാനത്തിൻ്റെ സവിശേഷതകൾ ഈശോ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവജനം ജ്ഞാനത്താൽ നിറയണം. ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറയണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. സകല ജ്ഞാനവും കർത്താവിൽ നിന്നാണ് വരുന്നത്. ദൈവമായ കർത്താവാണ് നമുക്ക് ജ്ഞാനത്തെ നൽകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ ധ്യാനിച്ചതാണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ദൈവിക ജ്ഞാനം നമുക്ക് അത്യാവശ്യമാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ ജനം ജ്ഞാനത്താൽ നിറയപ്പെടേണ്ടത്? ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുപോലെ ദൈവിക ജ്ഞാനം ആവശ്യമായിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ജ്ഞാനത്താൽ നിറയേണ്ടത്? കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-33 തിരുവാക്യങ്ങൾ, ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. ഈ കാലഘട്ടവുമായി, പ്രത്യേകിച്ച് സഭയുമായി ഒരുപാട് ബന്ധം ഇന്ന് ഈ വചനത്തിലുണ്ട്. ഇതൊരു പ്രവചന ദൂതാണ്. ഉടമ്പടി ലംഘിക്കുന്നവരെ മുഖസ്തുതിയുടെ വാക്കുകൊണ്ട് അവൻ വഴിതെറ്റിക്കും. എന്നാൽ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. കുറെ കാലം അവർ അടിമത്തത്തിലും പാപത്തിലുമായിരിക്കും. എന്നാൽ ജനത്തിന്റെ ഇടയിലുള്ള ജ്ഞാനികൾ അനേകർക്ക്
അറിവ് പകരും. നമുക്കെന്നറിയാം, സഭയെ തകർക്കുവാൻ, സഭയുടെ ശുശ്രൂഷകളെ അപമാനിക്കാൻ, പ്രത്യേകിച്ച് പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും അവഹേളിക്കുവാൻ, സഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുവാൻ സംഘടിതമായ നീക്കങ്ങളും പരിശ്രമങ്ങളൊക്കെ ഇന്ന് ആവോളം നടക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറകിൽ കൃത്യമായ ചില ടാർഗറ്റുകളുണ്ട്. എന്താണ് ടാർഗറ്റ്? സഭയുടെ ശുശ്രൂഷകളിൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയുക, സഭയുടെ പൗരോഹിത്യത്തെ തകർക്കുക. അതിലൂടെ ദൈവവിളികൾ അവസാനിക്കും. അങ്ങനെ സഭയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കാൻ കഴിയും. സഭയെക്കുറിച്ചുള്ള അനേകം തെറ്റിദ്ധാരണകള്, ആശയക്കുഴപ്പങ്ങള് ജനത്തിനുള്ളിൽ കയറിപ്പറ്റി സഭയെ ദുഷിക്കുവാനായി ഇവരെല്ലാം തുടങ്ങുമെന്നുള്ള ആ കൃത്യതയാർന്ന ചില സംഘടിതമായ നീക്കങ്ങളാണ് ഇതിൻ്റെയൊക്കെ പുറകിലെ. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ എന്തുമാത്രമാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഈ സമയത്താണ് സഭയിൽ ജ്ഞാനികൾ എഴുന്നേൽക്കേണ്ടത്. കർത്താവിന്റെ ജ്ഞാനത്താൽ സംസാരിക്കാൻ കഴിയുന്നവരെ, കർത്താവിന്റെ ജ്ഞാനത്താൽ എഴുതാൻ പറ്റുന്നവരെ, കർത്താവിന്റെ ജ്ഞാനത്താൽ ഇത്തരത്തിലുള്ള വൈശാചികമായ പ്രവർത്തികളെ തകർക്കാൻ കഴിയുന്നവരെ, സഭയെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന അനേകം ജ്ഞാനികള് സഭയിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഉടമ്പടി ലംഘിക്കുന്നവരെ മുഖസ്തുതി കൊണ്ട് ഇന്ന് എവിടെയും ചക്രവാക്കുകളാണ്. ഫേസ്ബുക്കിലാകട്ടെ, വാട്സപ്പിലാകട്ടെ, മറ്റ് പല ചാനൽ ചർച്ചകളിലൊക്കെ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് തേനൊലിപ്പിക്കുന്ന വാക്കുകള്, പലരെയും സുഖിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ചക്രവർത്തമാനങ്ങള്, മുഖസ്തുതിയുടെ വാക്കുകള്. ഇതിലൂടെയെല്ലാം അനേകരെ വഴിതെറ്റിക്കുവാൻ പിശാച് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം പൊട്ടി നമ്മളെല്ലാം ഒരുമിച്ച് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കർത്താവേ, സഭയിൽ ധാരാളം ജ്ഞാനികളെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, ജ്ഞാനമുള്ള വൈദികരെ ഞങ്ങൾക്ക് നൽകണമേ. ജ്ഞാനമുള്ള സമർപ്പിതരെ ഞങ്ങൾക്ക് തരണമേ. ജ്ഞാനമുള്ള ദമ്പതിമാരെ തരണമേ. ജനത്തിനിടയിലുള്ള ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകർന്നു കൊടുക്കും. സഭയുടെ കൃത്യമായ വിശ്വാസ സത്യങ്ങള്, സഭയുടെ പ്രബോധനങ്ങള്, ദൈവവചനത്തിന്റെ കൃത്യതയാർന്ന മർമ്മങ്ങൾ ജനത്തിലേക്ക് പകർന്ന് അവർ സഭയെ ശക്തിപ്പെടുത്തും, സഭയുടെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തും, ദൈവവിളികളെ ധാരാളമായി പ്രോത്സാഹിപ്പിക്കും, സഭയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ത്വരിതപ്പെടുത്തും. ഇത് സംഭവിക്കണമെങ്കിൽ സഭയിൽ ധാരാളം ദൈവിക ജ്ഞാനമുള്ള വ്യക്തികളുണ്ടാകണം. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഇതിനു വേണ്ടിയുള്ളൊരു ദാഹവും പ്രാർത്ഥനയുമായിരിക്കട്ടെ. അടുത്ത കുറെ ദിവസങ്ങളിൽ നമ്മൾ പരിത്യാഗമെടുത്ത് ഈ ഒരു നിയോഗത്തിന് വേണ്ടി ദൈവമക്കളെ ധാരാളം നമ്മൾ പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, അവിടെ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുകയാണ്: രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഫരീസയരോടും നിയമജ്ഞരോടും ചോദിച്ച ഈ ചോദ്യം കർത്താവ് ഇന്ന് നമ്മോടാണ് ചോദിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, ഇത് നമുക്കുള്ള കർത്താവിന്റെ ചോദ്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല? ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട്, ആനുകാലിക സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അപ്പപ്പോ നമ്മൾ കൃത്യമായിട്ട് ഓരോ വാർത്തയും അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് ചോദിക്കുക, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ഈ ലോകത്തിന്റെ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് കാലത്തിന് അടയാളങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല? അപ്പൊ പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ അടയാളങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞ് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ അറിവ് മാത്രം നമുക്ക് പോരാ. പരിശുദ്ധ മറിയം മെജൂറിയൻ കുന്നുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: മക്കളെ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം.
ഈ കാലഘട്ടത്തിലെ സഭാമക്കള് മറ്റെന്തിനേക്കാളും ഉപരി ദൈവീക ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ സ്വർഗം അതിയായി ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് സ്വർഗത്തിന്റെ തിരുഹിതമാണ്. കർത്താവ് ഹൃദയം തുറന്ന് നമ്മോട് പറയാം, മക്കളെ, എന്റെ ജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറയണം. ഇപ്പൊ കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തിന് കുറെ അറിവുകൾ നമ്മൾ സമ്പാദിച്ചാൽ പോരാ, അതിന് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. എന്താണ് ഈ കാലത്തിന്റെ അടയാളങ്ങൾ? നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ അടയാളങ്ങളിലൂടെ എല്ലാം വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നമ്മൾ എടുത്ത് വായിക്കണം. അവിടെ അപ്പോസ്തലന്മാരെ കർത്താവും അവരും ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. കർത്താവേ, അവിടുത്തെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. അപ്പോസ്തലന്മാർ ചോദിച്ച് ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പല അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4, 5, 6 വചനങ്ങളിൽ അനേകർ നിങ്ങളെ വഴിതെറ്റിക്കും. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും കാലം അതിന് അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ധാരാളം ഉണ്ടാകുമെന്ന് കർത്താവ് വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും എന്തുമാത്രം സെക്റ്റുകളാണ്, വ്യക്തിഗത ഗ്രൂപ്പുകള് ലോകത്തിലെ പല ദിക്കുകളിലും. ഞാനാണ് ക്രിസ്തു, വരാനിരിക്കുന്ന മിശിഹ ഞാനാണെന്ന് പറഞ്ഞ് പല കള്ളക്രിസ്തുമാരും പല വ്യാജ പ്രവാചകന്മാരും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു അടയാളമാണ്. കർത്താവ് പറഞ്ഞ് രാജ്യത്തിനെതിരായി തിരിയും, യുദ്ധങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ലോകവ്യാപകമായ അക്രമങ്ങൾ, കർത്താവ് പറഞ്ഞ് നിങ്ങൾ അക്രമങ്ങളെ കുറിച്ച് കേൾക്കും, ഭീകര സംഭവങ്ങളെ കുറിച്ച് കേൾക്കും. ടെററിസം, ഇന്ന് ലോകരാജ്യങ്ങളിൽ ഒരുപോലെ ഭയപ്പെടുന്നത് ഭീകര പ്രവർത്തനങ്ങളെയാണ്, ഭീകര സംഭവങ്ങളെയാണ്. വീണ്ടും കർത്താവ് പറഞ്ഞു നിങ്ങൾ പകർച്ചവ്യാധികളെ കുറിച്ച് കേൾക്കും. പലയിടങ്ങളിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9-ാം വചനത്തിൽ കൃത്യമായ കർത്താവ് വീണ്ടും പറഞ്ഞു, എന്റെ നാമനിമിത്തം സകല മനുഷ്യരും നിങ്ങളെ ദ്വേഷിക്കും. ഇന്ന് ലോകവ്യാപകമായി ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഒരുപാട് അക്രമങ്ങള്, അതിക്രമങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നത് കാണാൻ പറ്റും. എന്തുമാത്രം ക്രൈസ്തവരാണ് ഓരോ ദിവസവും വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിനെ പ്രതി, തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ പ്രതി 10,000-കണക്കിന് ക്രൈസ്തവ വിശ്വാസികള് രക്തസാക്ഷിത്വം വരിക്കുന്നു. ലോകവ്യാപകമായി ക്രിസ്ത്യാനിറ്റിക്കെതിരെ അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ അനേകരെ വധിക്കും. നമ്മളിന്ന് കാണുന്നില്ലേ എത്ര പേരാണ് രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്? അവർ നിങ്ങളെ പീഡിപ്പിക്കും. ലിറ്ററലി, ആക്ഷരികമായി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, കാലം അതിനന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ലോക സുഖങ്ങൾക്ക് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി, നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ജഡികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി ഇന്ന് എത്രയോ വ്യക്തികള് വിശ്വാസം ഉപേക്ഷിച്ച് അവർ ജഡീകരായി ജീവിക്കുന്നു. വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി കാലത്തിന് അടയാളമാണ്. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതാണ്. ഇന്ന് സഭയെ പിന്നിൽ നിന്ന് ആരെ കുത്തിക്കൊണ്ടിരിക്കുന്നത്? സഭയിൽ ഉള്ളവര് തന്നെയാണ്. ഞാൻ പലപ്പോഴും അടുത്ത നാളുകളിൽ പല വിധത്തിലുള്ള പല സംഭവങ്ങളൊക്കെ സഭയിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എന്തൊക്കെയാ ഇന്ന് അടിച്ചടിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പല കമന്റുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 90% ഇതിൽ നെഗറ്റീവായ കമന്റുകളൊക്കെ എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ക്രൈസ്തവരാണ്. ക്രൈസ്തവ പേരുകൾ അതിൽ കണ്ടത്. സഭയെ കുറ്റപ്പെടുത്തുകയാണ്, സഭയുടെ പൗരോഹിത്യത്തെ അവഹേളിക്കുകയാണ്, സഭാ പിതാക്കന്മാരെ ചീത്ത വിളിക്കുകയാണ്, സഭയുടെ ശുശ്രൂഷകളെ അപമാനിക്കുകയാണ്. ഇതിൽ മുൻനിരയിൽ നിൽക്കുന്നത് ആരാ? നമ്മൾ തന്നെ. അതല്ല വിശ്വാസത്യാഗം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം അണിഞ്ഞുകൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. അപ്പോസ്റ്റസി,
ഈ ഒരു നാളുകളിൽ ഞാൻ നിങ്ങൾ എത്തി നിൽക്കുക പ്രിയപ്പെട്ടവരെ. ഈ അടയാളങ്ങളെ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് വിശുദ്ധീകരണത്തിന്റെ സമയമാണ്. ഇത് അനുദപിക്കുവാനുള്ള സമയമാണ്. സഭാമക്കളെല്ലാം അനുതാപ ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞ് കർത്താവിലേക്ക് മടങ്ങി വരേണ്ട സമയമാണ്. ഇത് സുവിശേഷവൽക്കരണത്തിന്റെ നാളുകളാണ്. എല്ലാം മറന്ന് കർത്താവിന്റെ സുവിശേഷത്തിന് ധീരതയോടെ ഞാൻ നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ട സമയം, സുവിശേഷ വേല ചെയ്യേണ്ട സമയം. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞ്, പണം കളഞ്ഞ്, ആരോഗ്യം കളഞ്ഞ്, സാധ്യത കളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാതെ കർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും സുവിശേഷ വേല ചെയ്യണം. വിശ്വാസത്യാഗം. വീണ്ടും വിശുദ്ധ സുവിശേഷം 24:12 വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇന്ന് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം പാരവയ്ക്കുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നു, പരസ്പരം അധിക്ഷേപിക്കുന്നു, തെറി വിളിക്കുന്നു. മോശമായ വാക്കുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അതുപോലത്തെ വാക്കുകളാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും പല മാധ്യമങ്ങളിലൊക്കെ. ദൈവമേ, ചീത്ത വാക്കുകൾ പറയാം. സ്വന്തം സഹോദരങ്ങൾക്കെതിരെയാണ് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്. നെഗറ്റീവായ വാക്കുകൾ, മോശമായ വാക്കുകൾ, അസഭ്യ വാക്കുകൾ. എന്താ കാരണം? സ്നേഹം തണുത്തുപോയി. മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്തൃ ബന്ധത്തില്, കുടുംബജീവിതത്തില്, സമർപ്പിത ജീവിതത്തിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. സ്നേഹം തണുത്തുപോയി. അതുകൊണ്ട് പരസ്പരം ഭാരങ്ങൾ വഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹത്തോടെ മറ്റുള്ളവരുടെ വേദനകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് കൈ കൊടുത്ത് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മിക്കയിടങ്ങളിലും ഈ സ്നേഹരാഹിത്യത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ കാണുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24:14 നമ്മുടെ കർത്താവ് പറഞ്ഞു. നമുക്ക് സന്തോഷം തരേണ്ട ഒരു വചനമാണത്. രാജ്യത്തിന്റെ സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകും. ലോകവ്യാപകമായ സുവിശേഷ പ്രവർത്തനങ്ങൾ. മറ്റേത് കാലഘട്ടത്തിൽക്കുപരി ഇന്ന് തിരുസഭയിൽ പരിശുദ്ധാത്മാവ് സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തുമാത്രം ബഹുമാനപ്പെട്ട വൈദികരെ സുവിശേഷത്തിന്റെ തീനാവുകളായി പ്രവാചക സാക്ഷ്യം നൽകി ഇന്ന് കർത്താവിനെ പ്രഘോഷിക്കുന്നു. എത്ര സിസ്റ്റേഴ്സ്, എന്തുമാത്രം സിസ്റ്റേഴ്സ് ആണ് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലെ കർത്താവിന്റെ വചനത്തിന് ധീരതയാർന്ന സാക്ഷ്യം നൽകുന്നത്. അങ്ങനെയുള്ള പല സിസ്റ്റേഴ്സ് സഭയിൽ ഉണ്ടോ? അതൊക്കെ സഭയ്ക്ക് വലിയ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നെഗറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ എത്രയോ വിശുദ്ധരായ വൈദികരെ, എത്രയോ വിശുദ്ധരായ സമർപ്പിതരുന്ന സഭയിലുണ്ട്. അവരുടെ വലിയ കാര്യങ്ങളാണ് പരിശുദ്ധാത്മ സഭയിലും ലോകത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണു തുറന്ന് അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ആവേശവും അഭിമാനവും നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ദമ്പതിമാരുണ്ട്, യുവജനങ്ങളുണ്ട്. എത്ര വിശുദ്ധരായ, എനിക്കറിയാം, ലോകത്തിന്റെ കറയും കളങ്കും ഏൽക്കാതെ കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ നിലകൊള്ളുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് യുവജനങ്ങള് ഈ നാളുകളിൽ തിരുസഭയിലുണ്ട്. അവരൊക്കെ സഭയ്ക്ക് ഭയങ്കര പവറാ. സഭയുടെ നട്ടല്ല, ബാക്ക് ബോണാണ് അവരൊക്കെ. സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തും. ടെലിവിഷനിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, മറ്റു പല മീഡിയയിലൂടെ ഒക്കെ എന്തുമാത്രം സുവിശേഷ പ്രഘോഷണങ്ങളാണ് ഇന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതൊന്നും അവിചാരിതമല്ല, ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഇതെല്ലാം കാലത്തിന്റെ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. നമ്മൾ എങ്ങനെ ജീവിക്കണം? ദാനിയേൽ പ്രവചനം 12:10 വ്യക്തമായി പരിശുദ്ധാത്മാ സഭയോട് പറയും. ഈ വചനം നിങ്ങൾ ഹൃദ്യസ്ഥമാക്കണം. ഇതെല്ലാം കാണുമ്പോൾ അനേകർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കുകയും ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ, ഏതെല്ലാം കാണുമ്പോൾ? ഈ അടയാളങ്ങൾ, വിശ്വാസത്യാഗം, മതപീഡനം, ലോകവ്യാപകമായ അക്രമങ്ങള്, ലോകവ്യാപകമായ സുവിശേഷ പ്രവർത്തനങ്ങള്, പകർച്ചവ്യാധികള്, ഭൂകമ്പങ്ങള്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ഷാമങ്ങള്, കള്ളക്രിസ്തുമാരുടെയും വ്യാജ പ്രവാചകന്മാരുടെ വെളിപ്പെടലുകള്, ഇതെല്ലാം കാണുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യും? ഇതെല്ലാം കാണുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യും? അവന്റെയും അവളുടെയും പ്രത്യാശ വർദ്ധിക്കുകയാണ്,
പ്രത്യാശ വർദ്ധിക്കുകയാണ്. ഏത് പ്രത്യാശ? രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലറായി. തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരികയാണ്. ഈ ഒരു പ്രത്യാശ വർദ്ധിക്കുകയാണ്. അതാണ് വിശുദ്ധീകരണത്തിന്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും തപസ്സിന്റെയും ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുകളഞ്ഞ് ഒരു പരിത്യാഗ അരൂപിയിലോട്ട് നമ്മൾ കടന്നു വരണം. ഈ അടയാളങ്ങളൊക്കെ നമ്മോട് അതാ വിളിച്ചു പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണമെങ്കിൽ കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നമ്മളൊക്കെ അങ്ങ് നിറയണം. ദൈവിക ജ്ഞാനമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ ദാനിയേൽ പറഞ്ഞത്. ദാനിയേൽ പ്രവചനം 12:10 നമ്മൾ കണ്ടു. ഇതെല്ലാം കാണുമ്പോൾ അനേകര്, ആരാണ് ഈ അനേകര്? ദൈവിക ജ്ഞാനമുള്ളവര്, ജ്ഞാനമുള്ള വൈദികരെ, സമർപ്പിതരെ, കുടുംബസ്ഥര്, യുവജനങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ എന്തു ചെയ്യും? അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും. ഈ ലോകത്തിന് എല്ലാ മോഹങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്ന് അവർ മാറി നിന്ന്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിനേതല്ലാത്തതുപോലെ ജീവിച്ച് അവർ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ആത്മാവിനാൽ നിറഞ്ഞ് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും. ഈ വിശുദ്ധീകരിക്കുന്നതിലൂടെ അവരെ സഭയെ ശക്തിപ്പെടുത്തുകയാണ്. അനേകം ആത്മാക്കളെ അവർ യേശുവിനായി നേടിക്കൊടുക്കുകയാണ്. നിർമ്മലീകരിക്കും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദാനിയേൽ പ്രവചനത്തിൽ വചനം പറയാണ്, ഇതൊക്കെ കാണുമ്പോൾ കുറെ മനുഷ്യർ പറയും, ഇതൊക്കെ ചുമ്മാ വേഷം കെട്ടുകൾ, ഇതൊക്കെ കാട്ടിക്കൂട്ടലുകളാണെന്ന് പറഞ്ഞ് സഭയെ അധിക്ഷേപിക്കുവാനും സഭയുടെ പ്രബോധനങ്ങളെ കളിയാക്കുവാനും സഭയുടെ പ്രവർത്തനങ്ങളെ താറടിക്കുവാനും അവർ ആഗ്രഹിച്ചുകൊണ്ട് അവർ ദുഷ്ടത, അവരങ്ങനെ കൂടുതൽ ദുഷ്ടതയില്, പാപത്തില്, തിന്മയില് അവരെങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ ജ്ഞാനികൾ ഇതെല്ലാം ഗ്രഹിക്കും. ദാനിയേൽ പ്രവചനം എത്ര അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ. അതുകൊണ്ട് നമ്മൾ സത്യം മനസ്സിലാക്കണം. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളായിരിക്കുന്ന ഈ തലമുറയുടെ പ്രാധാന്യത മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരണത്തിന്റെ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഒരു ജീവിത ശൈലി നമ്മളൊക്കെ സ്വീകരിക്കണം. അതിലൂടെ നമ്മൾ സഭയെ ശക്തിപ്പെടുത്തണം. കൂടുതൽ കൂടുതൽ സുവിശേഷ വേല ചെയ്ത് കർത്താവിന്റെ പ്രത്യാഗമനത്തെ നമ്മൾ ത്വരിതപ്പെടുത്തണം. നമുക്കെതിരെ വിമർശിക്കുന്നവരെ, നമ്മളെ കളിയാക്കുന്നവരെ, നമ്മളെയൊക്കെ അപഖ്യാതികൾ പറയുന്നവരെ, അവരോട് വേദനിക്കേണ്ട. നമ്മൾ ഹൃദയം തുടങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സത്യത്തിലേക്ക് അവരെല്ലാം കടന്നു വരുവാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ ഇതിനെതിരെ കൃത്യതയോടുകൂടി പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പോസിറ്റീവ് കമന്റുകൾ നിങ്ങൾ ഇറക്കണം. പോസിറ്റീവ് കമന്റുകൾ കൊടുത്ത് സത്യമായ കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടൊന്ന് പറഞ്ഞു നോക്കി. ഒരു 100 പേര് നെഗറ്റീവായ കമന്റുകൾ പറഞ്ഞ് അവരിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ 10 പേര് പോസിറ്റീവായിട്ട് ഇങ്ങനെയാണ് കാര്യം, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ശരിക്കും അങ്ങ് കമന്റുകൾ എഴുതാൻ തുടങ്ങി നോക്കി. നമ്മളിങ്ങനെ പിൻവലിഞ്ചു പോവുക. എന്തിനെ വെറുതെ ഈ പൊല്ലാപ്പിനെ പോണെന്ന് പറഞ്ഞ് അകാരണമായ ഭയം നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു പ്രവാചക തീഷ്ണതയോടെ നമ്മുടെ സാധ്യതകൾ നമ്മളങ്ങ് ഉപയോഗിക്കുക. അതിലൂടെയൊക്കെ നമ്മൾ സഭയെ ശക്തിപ്പെടുത്തണം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെ ബലപ്പെടുത്തണം. ഈ ഒരു വിളിയാണ് ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി വ്യക്തമായി നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ സമയത്തിൽ കർത്താവിൻ്റെ വഴിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറണമെങ്കിൽ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ